എന്നെ തകർത്തെറിഞ്ഞ മരണം. കുട്ടിയമ്മയുടെ കണ്ണോപ്പറേഷൻ കഴിഞ്ഞ് കാഴ്ച തിരിച്ചു കിട്ടിയപ്പോൾ എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. എൻ്റെ വിവാഹം നടന്നു കാണണമെന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. റാമിൻ്റെ കാര്യം ആദ്യം പറഞ്ഞതും കുട്ടിയമ്മയുടെ അടുത്തായിരുന്നു. അവരുടെ മുഖത്ത് സന്തോഷമുണ്ടായിരുന്നെങ്കിലും എന്തൊക്കെയോ ഒരാശങ്ക അവരിൽ നിറഞ്ഞിരുന്നു. ശാരീരിക പരിമിതികളെ അറിഞ്ഞുകൊണ്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള മനുഷ്യനാണോ എന്ന ആശങ്ക അവരിൽ ഉണ്ടായിരുന്നിരിക്കണം. എന്നാലും എൻ്റെ സന്തോഷമാണ് വലുതെന്ന് അവർ പറഞ്ഞു. അതിനിടയിൽ നിരവധി വിവാഹാലോചനകൾ വന്നെങ്കിലും അതൊക്കെയും നിരസിച്ചുകൊണ്ടിരുന്നു. പഠനവും പ്രണയവും കവിതയും പുസ്തകങ്ങളുമായി ജീവിതം നീങ്ങിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു തീരാത്ത വേദനയിൽ ആഴ്ത്തിക്കൊണ്ട് കുട്ടിയമ്മ കിടപ്പിലാകുന്നത്. പെട്ടെന്നൊരു ദിവസം കുഴിഞ്ഞു വീണതായിരുന്നു. ഉടനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴായിരുന്നു അറിഞ്ഞത് വീഴ്ചയ്ക്കുള്ള കാരണം മസ്തിഷ്കാഘാതമായിരുന്നെന്ന്. അവരുടെ ഇടതുഭാഗം തളർന്നു. അവരുടെ വീഴ്ച വല്ലാതെ ഉലച്ചു. കുട്ടിയമ്മയുടെ മടിത്തട്ട് പോലെ സുരക്ഷിതമായ ഒരിടം എവിടെയും കിട്ടില്ലെന്ന് അറിയാമായിരുന്നു. കുട്ടിയമ്മയുടെ ചലനശേഷി നഷ്ടപ്പെട്ട കൈകളിൽ തലോടിക്കൊണ്ട് അവരുടെ കിടക്കയ്ക്കരികിൽ തന്നെ ഇരുന്നു. ദൈവവിശ്വാസി അല്ലാതിരുന്നിട്ടും കുട്ടിയമ്മയെ ജീവിതത്തിലേക്ക് മടക്കിത്തരണമേ എന്ന് എല്ലാ ദൈവങ്ങളോടും പ്രാർത്ഥിച്ചു. അവരുടെ കണ്ണുകളെ നോക്കി ആശുപത്രിയിൽ ഉറങ്ങാതിരുന്നു. കുട്ടിയമ്മയുടെ മുറുക്കാങ്കറ പിടിച്ച പല്ല് കാട്ടിയുള്ള ചിരിയായിരുന്നു കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായ കാഴ്ച. ഓരോ കോശങ്ങളിലും സ്നേഹവും കാരുണ്യവും മാത്രം നിറച്ച അപൂർവമായ ഒരു ജന്മമായിരുന്നു അവർ. അത്ര വലുതായിട്ടും രാത്രികളിൽ അവരുടെ മടിയിൽ കിടന്ന കഥകൾ പറയാൻ ഞാൻ ആവശ്യപ്പെടുമായിരുന്നു. അവസാനമായി പറഞ്ഞു തന്ന കഥ ഇപ്പോഴും ഓർക്കുന്നു. അതൊരു ഗർഭിണിയുടേതായിരുന്നു. ഒരു ദിവസം രാത്രി കുട്ടിയമ്മയും അപ്പൂപ്പനും ഉറങ്ങാൻ കിടക്കുമ്പോൾ അപ്പൂപ്പൻ കുട്ടിയമ്മയോട് പറഞ്ഞത്രേ, എടി കുട്ടിയെ, 2 പൈതങ്ങളുടെ കരച്ചിൽ കേൾക്കണുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ഒന്ന് പടിഞ്ഞാറ് വരെ പോകേണ്ടി വരും. ഇത് കേട്ട് കുട്ടിയമ്മ പറഞ്ഞു, എന്നിട്ട് ഞാൻ കേൾക്കണില്ലല്ലോ. കിടന്നുറങ്ങാൻ നോക്ക് മനുഷ്യ, വെറുതെ പിച്ചും പേയും പറയാതെ. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാതിലൊരു മുട്ട് കേട്ട് അപ്പൂപ്പൻ പറഞ്ഞു, അവരായിരിക്കും. കുട്ടിയമ്മ വാതിൽ തുറന്നു നോക്കിയപ്പോൾ കയ്യിൽ എരിയുന്ന ഓലച്ചൂട്ടും പിടിച്ചുകൊണ്ട് 3 പേർ നിൽക്കുന്നുണ്ടായിരുന്നു. കാര്യം തിരക്കിയപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞത്, ഞങ്ങൾ പള്ളിത്തോട്ടിന്ന് വരികയാണ്. എൻ്റെ മകള് എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കണ്. അവർക്കാണെങ്കിൽ വയറ്റിലുമുണ്ട്. മാസം തികഞ്ഞിരിക്കുകയാണ്. ശാന്തി ഒന്ന് വന്ന് ഓതണം. അത് കേട്ട് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന കുട്ടിയമ്മയുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അപ്പൂപ്പൻ അവർക്കൊപ്പം പോയി. അപ്പൂപ്പൻ തിരികെ വന്നപ്പോൾ നേരം വെളുക്കാറായിരുന്നു. അതുവരെ ഓട്ടുവിളക്കും കത്തിച്ചു വെച്ച് കുട്ടിയമ്മ ഉറങ്ങാതിരുന്നു. അപ്പൂപ്പൻ്റെ അത്ഭുത സിദ്ധിയെക്കുറിച്ചോർത്ത് കുട്ടിയമ്മ അഭിമാനം കൊണ്ടു. അപ്പൂപ്പനോട് പോയ കാര്യം തിരക്കിയപ്പോൾ അപ്പൂപ്പൻ വിശദീകരിച്ചു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, ഏകദേശം 10-20 വയസ്സ് തോന്നിക്കുന്ന നിറഗർഭിണിയായ സ്ത്രീ നിർത്താതെ കൈകാലുകളിട്ട് അടിച്ചുകൊണ്ട് ഉച്ചത്തിൽ കരയുന്നതായിരുന്നു. ഏത് നിമിഷവും പ്രസവിച്ചേക്കാവുന്ന തരത്തിലായിരുന്നു അവരുടെ അവസ്ഥ. അപ്പൂപ്പൻ ആ സ്ത്രീയുടെ കൈ പിടിച്ചിട്ട് അല്പനേരം നിന്നു. അവരുടെ നെറുകയിൽ നിന്ന് 3 മുടി പിഴുതെടുത്ത് കത്തിച്ചിട്ട് മന്ത്രം ചൊല്ലി ചരട് ജപിച്ച് ആ സ്ത്രീയുടെ കയ്യിൽ കെട്ടി. നിമിഷങ്ങൾക്കുള്ളിൽ അവരുടെ ശരീരത്തിലെ ബാധ ഇറങ്ങിപ്പോയെന്നും കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ അവർ ഇരട്ടക്കുട്ടികളെ പ്രസവിക്കുകയും ചെയ്തു. പറയുമ്പോൾ കുട്ടിയമ്മയ്ക്ക് തൻ്റെ ഭർത്താവിനെ കുറിച്ചോർത്ത് അത്ഭുതവും അഭിമാനവും തോന്നി. ഈ കഥ എന്നോട് പറയുമ്പോൾ പോലും അവരുടെ കണ്ണുകളിൽ അത് തുളുമ്പി നിന്നു. കുട്ടിയമ്മ പറയുന്ന ഇത്തരം കഥകൾ യുക്തിബോധവുമായി നിരന്തരം സംഘർഷങ്ങളിൽ ഏർപ്പെടുമായിരുന്നെങ്കിലും ആ കഥകളും അതിലെ സങ്കല്പ ലോകവും ഞാൻ അത്രയും ഇഷ്ടപ്പെട്ടിരുന്നു. ഒരുപക്ഷെ എൻ്റെ ഉള്ളിലെ കഥകളുടെയും കവിതകളുടെയും ഉറവ പൊട്ടിയത് അവിടെ നിന്നായിരിക്കണം. ചലനശേഷി നഷ്ടപ്പെട്ട കുട്ടിയമ്മയുടെ കാലുകളിൽ തൊട്ട് അവരോടൊപ്പമുള്ള ഓർമ്മകളിലൂടെ പിന്നിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടെ ജലോപരിതലത്തിൽ വന്ന് ശ്വാസമെടുക്കുന്ന മീൻ കുഞ്ഞുങ്ങളെപ്പോലെ വല്ലപ്പോഴും മാത്രമായിരുന്നു യഥാർത്ഥ ലോകത്ത് എത്തിയിരുന്നത്. കുട്ടിയമ്മ എൻ്റെ മരക്കാലിനെ കൊഞ്ചിക്കാറുണ്ടായിരുന്നത് പോലെ അവരുടെ തളർന്ന കൈകളെ തൊട്ടും തലോടിയും ഞാൻ അവരുടെ കട്ടിലിൻ്റെ അരികിൽ തന്നെയായിരുന്നു. അവർക്കെന്ത് പ്രായമുണ്ടെന്നത് എനിക്കറിയില്ലായിരുന്നു. പലപ്പോഴും ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഓരോ തവണ പറയുമ്പോഴും 1-2 വയസ്സ് വ്യത്യാസമുണ്ടായിരിക്കും. ഏതോ ഒരു മകരമാസത്തിലെ വെള്ളപ്പൊക്കത്തിന് ശേഷമായിരുന്നു കുട്ടിയമ്മ ജനിച്ചതെന്ന് അവർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ജനിച്ച ദിവസം അവർക്കോ അവരുടെ അച്ഛനമ്മമാർക്കോ പോലും അറിയില്ല എന്നതായിരുന്നു സത്യം.
22 ദിവസങ്ങൾക്ക് ശേഷം ഡോക്ടർ അച്ഛനെ വിളിച്ചു പറഞ്ഞത്, ഇനി പ്രതീക്ഷ വെക്കേണ്ടതില്ല, ഇത്രയും പ്രായമായില്ലേ, ഇനി ഒന്നും ചെയ്യാനില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂ എന്നായിരുന്നു. വീട്ടിലേക്ക് കൊണ്ടുവന്ന ദിവസം മുതൽ അമ്മയും ഞാനും ചിറ്റയും അമ്മയുടെ അനിയത്തി ചിറ്റയുടെ മകൾ അഭിയും കുട്ടിയമ്മയുടെ മുറിയിലായിരുന്നു ഉറങ്ങിയിരുന്നത്. ഏതു നിമിഷവും മരണം സംഭവിക്കാവുന്ന കുട്ടിയമ്മയെ നോക്കി ഞങ്ങളിരുന്നു. മുകളിലേക്ക് മാത്രം നോക്കി ഒരേ കിടപ്പ് കിടക്കുമ്പോൾ അവരുടെ കണ്ണിൻ്റെ ഇരുകോണുകളിൽ നിന്നും കണ്ണുനീരൊഴുകുമായിരുന്നു. ഞാനത് തുണി കൊണ്ട് ഒപ്പി മാറ്റും. ബന്ധുക്കൾ ഓരോരുത്തരായി വരുന്നതും ആ അവസ്ഥയിൽ കുട്ടിയമ്മയെ കാണുന്നതും ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവരെ കാണാൻ വരുന്നവരൊക്കെ എന്നെ നോക്കി നെടുവീർപ്പിടുന്നതും അങ്ങേയറ്റം വെറുത്തു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി 4-ാമത്തെ ദിവസം ഏകദേശം പാതിരാത്രിയോടടുക്കുന്ന സമയത്ത് എന്തോ ശബ്ദം കേട്ട് ഞങ്ങൾ ഉണർന്നു. കുട്ടിയമ്മ എന്തൊക്കെയോ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. കണ്ണുകൾ മിഴിഞ്ഞ് വാ തുറന്ന അവസ്ഥയിൽ അവർ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ വായുടെ ഒരു കോണിൽ നിന്ന് രക്തമൊഴുകി. ഞങ്ങൾ പരിഭ്രമിച്ച് കുട്ടിയമ്മയുടെ അടുത്തേക്ക് ചേർന്നിരുന്നു. കുട്ടിയമ്മ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിമിഷത്തെ ഉൾക്കൊള്ളാൻ എനിക്കാകുമായിരുന്നില്ല. അവർ ഈ ഭൂമിയിലില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുമെന്നായിരുന്നു ചിന്ത. കുട്ടിയമ്മയുടെ കൈകളിൽ തൊട്ടു. കൈവിരലുകൾ നന്നായി തണുത്തിരുന്നു. അവരുടെ തൊലിപ്പുറങ്ങളിലൂടെ തണുപ്പ് അരിച്ചു കയറുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. കുട്ടിയമ്മ എൻ്റെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അടുത്തിരുന്ന അമ്മയുടെ ശരീരത്തിലേക്ക് ചോര ഛർദ്ദിച്ചു. അത് കണ്ടു നിൽക്കാനാകാതെ അഭി കരഞ്ഞുകൊണ്ട് കണ്ണുകൾ ഇറുക്കിയടച്ചു. മരണം അവരിലേക്ക് ഇരമ്പിക്കയറുന്നത് നോക്കി നിന്നു. 3-ാമത്തെ ഊർദ്ധശ്വാസം വലിച്ചതും അവരുടെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു. അമ്മയുടെയും ചിറ്റയുടെയും നിലവിളി ഉച്ചത്തിലായി. വല്ലാത്ത ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. നിലവിളി കേട്ട അയൽപക്കത്തെ വീടുകളിൽ നിന്നും ആളുകൾ ഓടിക്കൂടി. അതൊരു മരണവീടായി മാറിക്കഴിഞ്ഞിരുന്നു. ഒരുതരം മരവിപ്പായിരുന്നു. കുട്ടിയമ്മ തിരികെ സ്വാഭാവിക ജീവിതത്തിലേക്ക് മടങ്ങി വരില്ലെന്നറിയാമായിരുന്നെങ്കിലും അവരുടെ മരണത്തെക്കുറിച്ച് ചിന്തിക്കാറേയില്ലായിരുന്നു. അതെന്നെ അത്രത്തോളം അരക്ഷിതയാക്കുമായിരുന്നു. ഈ ലോകത്ത് ഞാൻ അനാഥയായിരിക്കുന്നു എന്ന സത്യം തിരിച്ചറിഞ്ഞു. പിന്നീട് അവരുടെ തണുത്ത് മരവിച്ച ശരീരത്തിൽ തൊട്ടില്ല. ആശ്രയവും ആശ്വാസവുമായിരുന്ന അവരുടെ ശരീരത്തിലെ ചൂട് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അതില്ലാത്ത കുട്ടിയമ്മയുടെ മരവിച്ച ദേഹം നോക്കുമ്പോഴൊക്കെ ഹൃദയം നുറുങ്ങി. അവരെ ചിതയിൽ വെച്ചപ്പോഴും അതിൽ തീ പടരുമ്പോഴും എൻ്റെ ശരീരം ചുട്ടുപഴുത്തു. തലോടുന്ന അവരുടെ വിരലുകൾക്ക് തീ പിടിക്കുന്നതോർത്തപ്പോൾ ഞാൻ വെന്തുപൊള്ളി. ഞാൻ കിടക്കാറുള്ള അവരുടെ മടിത്തട്ടിലെ തുടകളിൽ നിന്നും മാംസം പൊള്ളിയടർന്നു വീഴുന്നത് ഞാൻ ഓർത്തു. സമനില തെറ്റി. ചുറ്റുമുള്ള മനുഷ്യരൊക്കെ പ്രേതരൂപങ്ങളായി ചുറ്റും നീങ്ങുന്നത് പോലെ തോന്നി. കുട്ടിയമ്മയുടെ ചിത കത്തിത്തീർന്നപ്പോൾ അവരുടെ ചുട്ടുപഴുത്തതും ചാരവുമായതുമായ അസ്ഥികഷ്ണങ്ങൾ നോക്കി ഞാനിരുന്നു. അതിൽ നിന്നും ഉയർന്നു പൊങ്ങുന്ന പുകച്ചുരുളിന് ഉള്ളിൽ അവരുടെ മണം തേടി ഒരു വളർത്തുനായയെപ്പോലെ പരതി. കുട്ടിയമ്മയുടെ മുറിയും കട്ടിലും മറ്റൊരു രൂപം പ്രാപിച്ചു കഴിഞ്ഞിരുന്നു. അവരുടെ പായയും തലയനും പുതപ്പുമെല്ലാം ബന്ധത്തിലുള്ളൊരു സ്ത്രീ മറ്റൊരിടത്തിട്ട് കത്തിക്കുന്ന കണ്ടപ്പോൾ അവരുടെ കഴുത്ത് ഞെരിച്ച് ശ്വാസം മുട്ടിച്ചു കൊല്ലാനുള്ള ദേഷ്യം തോന്നി. അന്ന് രാത്രി കുട്ടിയമ്മയുടെ ഓർമ്മകളിൽ പൊതിഞ്ഞു കിടക്കുകയായിരുന്നു ഞാൻ. അവർ മരിക്കുന്നതും അവസാന നിമിഷം എന്തോ പറയാൻ ശ്രമിച്ചതുമെല്ലാം ഓർമ്മയിലേക്ക് വന്നു. മരണത്തെക്കുറിച്ച് മാത്രമായിരുന്നു ചിന്ത. ഒരിക്കൽ മരണമെന്നത് ഏറെ മോഹിപ്പിച്ചിരുന്ന ഒന്നായിരുന്നു. മരിക്കാനുള്ള നിരവധി ശ്രമങ്ങൾ നടത്തി പരാജയപ്പെട്ടവളായിരുന്നല്ലോ ഞാൻ. മരണത്തെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പ് പോലെ സങ്കീർണമായ ഒന്നുമില്ലെന്ന് തോന്നിയിട്ടുണ്ട്. ഞാൻ കൈത്തണ്ടയിൽ മെല്ലെ തടവി. ഒരിക്കൽ മരണത്തെ പ്രണയിച്ചതിൻ്റെ സ്മാരക രൂപങ്ങൾ ഞരമ്പിന് മുകളിലായി തിണർത്ത് കിടന്നിരുന്നു. തുടർന്നുള്ള ദിവസങ്ങൾ ഞാൻ കടുത്ത വിഷാദിയായിരുന്നു. കുട്ടിയമ്മയുടെ മരണം എന്നിലുണ്ടാക്കിയ ശൂന്യത അത്രത്തോളമായിരുന്നു. ഇത്രമേൽ ഒരു മരണവും വേട്ടയാടിയിട്ടില്ല. രാത്രികൾ കടിച്ച് കുടഞ്ഞ് പകലിലേക്കും പകലുകൾ അതിൻ്റെ തീനാവുകൾ കൊണ്ട് നക്കിത്തുടച്ച് രാത്രിയിലേക്കും എന്നെ ദയാരഹിതമായി എടുത്തെറിഞ്ഞുകൊണ്ടിരുന്നു. കുട്ടിയമ്മയുടെ കട്ടിലിന് താഴെ 2 ഇരുമ്പ് പെട്ടികളുണ്ടായിരുന്നു. ഒന്നിൽ അപ്പൂപ്പൻ്റെ പൂജാപാത്രങ്ങളും നാരായവും ചെമ്പും വെള്ളിയും തകിടുകളും 2 പേനാക്കത്തിയുമായിരുന്നു. മറ്റൊന്നിൽ കുട്ടിയമ്മയുടെ സെറ്റും നേരിയതും കെട്ടുപൊടിയും ബ്ലൗസുകളും തുവർത്തും കൈലിമുണ്ടും പുതപ്പും ഒക്കെയായിരുന്നു. അസാധാരണമായ 2 ജീവിതങ്ങളുടെ ബാക്കിയായ ഓർമ്മകളെ അടച്ചു വെച്ചിരിക്കുന്ന പെട്ടികൾക്ക് നടുവിലിരിക്കുന്ന പെൺകുട്ടിയാണ് ഞാൻ ഇപ്പോഴും. ഒരിക്കലും പുറപ്പെടാത്ത ആവിയന്ത്രം പോലെ ആ ഇരുമ്പുപെട്ടികൾക്കിടയിലെ പാളത്തിനുള്ളിൽ തലയേറ്റ് കിടപ്പാണ് ഇന്നും.